രാഹുൽ ഗാന്ധി സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃ പദവിയിലേക്ക് കടന്നു വരുന്നത്. ആദ്യം സന്ദേഹിയായിരുന്നു. പലപ്പോഴും അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷനാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് കൺസിസ്റ്റൻസി ഇല്ല, ഒരു സ്ഥിരതയില്ല എന്ന് എല്ലാവരും ആക്ഷേപിക്കുമായിരുന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിന് അല്ലെങ്കിൽ രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെ പാതയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് തൻ്റെ സാന്നിധ്യം, തൻ്റെ ശ്രമങ്ങൾ ആവശ്യമാണെന്ന് ബോധ്യമായപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തെ ഗൗരവത്തോടെ എടുത്തു. അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങി. പിന്നീട് ഇന്ത്യയിലെ ജനങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ സർവകലാശാല. അവിടെ പഠിച്ച് ഉയർന്ന മാർക്കോടുകൂടി, ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായിട്ടാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തേക്ക് കടന്നു വന്നത്. നെഹ്റു കുടുംബത്തിലെ ഒരംഗം എന്ന നിലയിൽ കുടുംബപരമായ പാരമ്പര്യങ്ങളും അല്ലെങ്കിൽ അനുകൂല ഘടകങ്ങളും പൈതൃകവും ഒക്കെ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടല്ല അദ്ദേഹം നേതാവായത്, അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം കോൺഗ്രസിൻ്റെയും രാജ്യത്തിൻ്റെയും നേതാവാകുന്നത്. ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ താൻ ഒന്ന് പുനർനിർണയിക്കപ്പെടണം അല്ലെങ്കിൽ പുനർനിർവചിക്കപ്പെടണം എന്ന് അദ്ദേഹത്തിന് തോന്നുകയും അങ്ങനെ അദ്ദേഹം സ്വയം നിർവചിക്കാൻ തയ്യാറാവുകയും ചെയ്തപ്പോഴാണ് ഇന്നത്തെ രാഹുൽ ഗാന്ധി ജനിക്കുന്നത്. അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സന്ദേഹിയായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. പക്ഷേ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തെ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. ജനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഒറീസ സംസ്ഥാനത്തെ കാലഹണ്ടി എന്ന് പറയുന്ന ഒരു ജില്ലയിൽ നിയാമഗിരി കുന്നുകളിൽ ബോക്സൈറ്റ് ഖനനം നടത്തുന്നതിനെതിരായിട്ട് അവിടുത്തെ ആദിവാസികളൊരു വലിയ സമരം സംഘടിപ്പിച്ചപ്പോൾ അദ്ദേഹം അവിടെ എത്തി ആ സമരത്തിന് നേതൃത്വം നൽകി. വേദാന്ത ഗ്രൂപ്പിൻ്റെ ഒരു റിഫൈനറി സ്ഥാപിക്കാനായിരുന്നു പരിപാടി ഈ സ്ഥലത്ത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സമരം നടന്നു. അവസാനം വേദാന്ത കമ്പനിക്ക് റിഫൈനറിക്ക് നൽകിയ അനുമതി പിൻവലിക്കേണ്ടി വന്നു. അതുപോലെ യു പിയിൽ യമുന എക്സ്പ്രസ് ഹൈവേക്ക് വേണ്ടി 44,000 ഹെക്ടർ കൃഷിഭൂമി ഏറ്റെടുക്കാനുള്ള ഒരു തീരുമാനമുണ്ടായി. അതിനെതിരായിട്ട് കർഷകരുടെ സമരം നടന്നു. അവർ സമരരംഗത്തേക്ക് ഇറങ്ങി. ഈ എക്സ്പ്രസ് ഹൈവേ നിർമ്മിക്കാൻ 44,000 ഹെക്ടറിൻ്റെ ഒരു 10% ഭൂമി പോലും ആവശ്യമായിരുന്നില്ല. പക്ഷേ സമ്പന്നരായ ബിൽഡർമാർക്ക് വേണ്ടിയായിരുന്നു അവർക്ക് പുതിയ ടൗൺഷിപ്പുകൾ പണിയാൻ, പുതിയ ഭവന സമുച്ചയങ്ങൾ, കെട്ടിട സമുച്ചയങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയായിരുന്നു. അവിടെ സമരം ഉണ്ടായപ്പോൾ അവിടെയും രാഹുൽ ഗാന്ധി എത്തി. ഇതൊക്കെ നേരത്തെയാണ്. അതിനുശേഷം രാഹുൽ ഗാന്ധിയെ ജനങ്ങളുമായി ഏറ്റവും അടുപ്പിച്ചത് അദ്ദേഹം തെക്ക് നിന്ന് വടക്കോട്ടും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടും നടത്തിയ 2 ഭാരത് ജോഡോ യാത്രകളായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വാസ്തവത്തിലൂടെ മാധ്യമങ്ങളൊക്കെ കണ്ടില്ലെന്ന് നടിച്ച ഒരു വലിയ സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കാമ്പയിനായിരുന്നു അത്. ജനങ്ങളുമായി അടുത്ത് ഇടപഴകുന്നതിന്, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നത്, അവരെ ചേർത്ത് നിർത്തുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു. അതിനു മുമ്പ് അദ്ദേഹം ഇന്ത്യയെ അറിയുന്നതിന് ധാരാളം യാത്രകൾ നടത്തിയിരുന്നു. പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായിരുന്നു. ആദ്യത്തെ യാത്ര നടന്നുകൊണ്ടായിരുന്നു, പിന്നീട് നടന്നും വാഹനങ്ങളിലുമായിരുന്നു. ഇതിനിടയ്ക്ക് അദ്ദേഹം ജനങ്ങളുമായി സംവദിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. നമ്മൾ കണ്ടതാണ് വികാരഭരിതമാക്കുന്ന രംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്കിടയിൽ ഉണ്ടായത്. അദ്ദേഹം ചെറുപ്പക്കാരെ, തൊഴിലാളികളെ, കർഷകരെ, സ്ത്രീകളെ, യുവാക്കളെ, അങ്ങനെ ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ളവരുമായി സംവദിച്ചു. അവരെയൊക്കെ ചേർത്ത് മുന്നോട്ട് നടത്തിയ ഒരു യാത്ര. ഇത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. പിന്നീട് ഇതുവരെ മോദി പോലും പോയിട്ടില്ലാത്ത മണിപ്പൂരിൽ അദ്ദേഹം പോകുന്നു. അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുന്നു, അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ജനങ്ങളുമായിട്ടുള്ള ഒരു വലിയ ഇഴുകിച്ചേരലിൽ നിന്നാണ് ഇന്നത്തെ രാഹുൽ ഗാന്ധിയിലേക്ക് വളരാനുള്ള ഊർജം അദ്ദേഹത്തിന് ലഭിച്ചതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സാധാരണക്കാർക്കിടയിലെ ഒരു സാധാരണക്കാരനായിട്ട് അദ്ദേഹം മാറി. അങ്ങയുടെ സത്യപ്രതിജ്ഞാവേളയിൽ നമ്മളത് കണ്ടു. പ്രധാനമന്ത്രിയും അമിത്ഷായും മറ്റാളുകളും വേദിയിലേക്ക് വന്ന് സ്പീക്കറെ വണങ്ങി തിരിച്ചു പോകുമ്പോൾ
രാഹുൽ ഗാന്ധി ആവട്ടെ സ്പീക്കർക്കടുത്തു നിന്നിരുന്ന ഒരു സാധാരണ ഉദ്യോഗസ്ഥന് ഹസ്തദാനം നൽകുന്നതും അടുത്തു നിന്നവരെ അഭിവാദ്യം ചെയ്യുന്നതും നമ്മൾ കണ്ടതാണ്. ഇതാണ് മോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള കൃത്യമായ വ്യത്യാസം എന്ന് പറയുന്നത്. മനുഷ്യർക്ക് കണ്ണുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്, അവർക്ക് മനസ്സും ആത്മാവും ഹൃദയവുമുണ്ട്. അതുകൊണ്ട് തന്നെ അല്പം വൈകിയാണെങ്കിലും അവർ സത്യങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ടാണ് ജനങ്ങൾ സത്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്ത്യയുടെ ദൈവമാകാനുള്ള മോദിയുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു പോയത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട പ്രതിപക്ഷ നേതാവായി, കരുത്തുറ്റ നേതാവായിട്ട് രാഹുൽ ഗാന്ധി മാറുന്നത്. സത്യങ്ങൾ തെളിഞ്ഞു വരുന്നു, സത്യമുള്ള നേതാക്കൾ ഉയർന്നു വരുന്നു. അതുപോലെ തന്നെ അസത്യത്തിലും പാതി സത്യത്തിലും കെട്ടിപ്പൊക്കിയ ഈ വ്യാജ പ്രതിച്ഛായ മന്ദിരങ്ങൾ ഇടിഞ്ഞു വീഴാൻ തുടങ്ങുകയും ചെയ്യും.